കേരളത്തിൽ എത്ര കുറുനരികളുണ്ട്? ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുകയാണ് ആരണ്യകം നേച്ചർ ഫൗണ്ടേഷൻ നടത്തിയ ഒരു പഠനം. 20,000 മുതൽ 30,000 വരെ കുറുനരികൾ ഇവിടെയുണ്ടെന്നാണ് പഠന റിപ്പോർട്ട് പറയുന്നത്. കുറുനരികളുടെ എണ്ണം മാത്രമല്ല, ഈ ജീവിയെ സംബന്ധിച്ച ഒട്ടേറെ പുതിയ വിവരങ്ങളും പഠനത്തിൽ തെളിവായി. വനത്തേക്കാൾ കൂടുതൽ മനുഷ്യരോട് ചേർന്നുള്ള പ്രദേശത്ത് ജീവിക്കാനാണ് കുറുനരികൾക്ക് ഇഷ്ടമെന്നതാണ് കൗതുകം. വാർത്ത കണ്ടുവരാം. കുറുനരികളുടെ ആവാസ വ്യവസ്ഥ പ്രധാനമായും വനപ്രദേശങ്ങളിലായിരിക്കും എന്ന പൊതുധാരണയ്ക്ക് വിരുദ്ധമാണ് ആരണ്യകം നേച്ചർ ഫൗണ്ടേഷന്റെ പുതിയ പഠനം. വനപ്രദേശങ്ങളിൽ കുറുനരികളെ വെറും 2% മാത്രമേ കാണാൻ സാധിക്കൂ. തുറസായ താഴ്ന്ന പ്രദേശങ്ങൾ, നെൽവയലുകൾ, തെങ്ങിൻതോപ്പുകൾ, റബ്ബർ തോട്ടങ്ങൾ, നഗരപ്രദേശങ്ങൾ എന്നിങ്ങനെ മനുഷ്യരോട് അടുത്തു കിടക്കുന്ന പ്രദേശങ്ങളിൽ ജീവിക്കാനാണ് കുറുനരികൾക്ക് പ്രിയം. 20,000 മുതൽ 30,000 വരെ കുറുനരികൾ കേരളത്തിലുണ്ടെന്നും സർവേ പറയുന്നു. ഗോൾഡൻ ജക്കാൾ എന്ന ഈ ജീവിയെ കേരളത്തിൽ കുറുക്കൻ, കുറുനരി, ഊളൻ എന്നിങ്ങനെ നിരവധി പേരുകളിൽ വിളിക്കുന്നുണ്ട്. യഥാർത്ഥ കുറുക്കൻ ഇതല്ല എന്നത് സംബന്ധിച്ച തർക്കവും നിലനിൽക്കുന്നുണ്ട്. കുറുനരികളെ കൊണ്ട് വലിയ ശല്യമില്ലെന്നും പഠനത്തിൽ പ്രതിപാദിക്കുന്നു. കാർഷിക വിളകൾക്ക് ദോഷമുണ്ടാക്കുന്ന എലി, പന്നി ജീവികളെ ഒരു പരിധിവരെ നിയന്ത്രിക്കുന്നതിൽ കുറുനരികൾക്ക് വലിയ പങ്കുണ്ടെന്നും പഠനം സ്ഥിരീകരിക്കുന്നുണ്ട്. എന്നാൽ മനുഷ്യർ അലക്ഷ്യമായി വലിച്ചെറിയുന്ന ജൈവ മാലിന്യങ്ങളെ കുറുനരികൾ ആശ്രയിക്കുന്നത് പ്രശ്നമാണ്. വീട്ടിൽ വളർത്തുന്ന കോഴികളെ കൊല്ലുക, വീട്ടിലെ വളർത്തുമൃഗങ്ങളെ കടിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന പേവിഷബാധയും ആശങ്കയാണ്. തെരുവു നായ്ക്കളുമായുള്ള സങ്കരവൽക്കരണം കുറുനരികളുടെ ജനിതക ഘടനയെ അപകടത്തിലാക്കുന്നുവെന്നും പഠനത്തിൽ പ്രതിപാദിക്കുന്നു. കേരളത്തിൽ മിക്കയിടങ്ങളിലും കുറുനരികളുണ്ട്. തൃശൂർ, എറണാകുളം, കോഴിക്കോട്, തിരുവനന്തപുരം എന്നിവിടങ്ങളിലാണ് ഏറ്റവും അധികം കുറുനരികളെ കാണാൻ സാധിക്കുക. ആലപ്പുഴയിലും അട്ടപ്പാടിയിലും ഇവരെ കാണാറില്ല. പശ്ചിമഘട്ട നിബിഡ വനങ്ങളിൽ അപൂർവമായേ ഇവയെ കാണാറുള്ളൂ. 874 ഗ്രാമങ്ങളിൽ ചെന്ന് നടത്തിയ പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.